തുടങ്ങണ്ടേ? നീതുവിന്റെ കല്യാണ ദിവസം നീതുവിനെ കുറിച്ച് പറയുമ്പോൾ നീതു എപ്പോഴും പിന്നെ സന്തോഷമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പണ്ടൊക്കെ ഞാനും ചേച്ചി തമ്മിൽ ചെറിയ ചെറിയ അടിപിടികളൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സിബ്ലിംഗ് ബോണ്ട് അല്ലാണ്ട് നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ചോദിക്കാം, ഇത് ഓക്കെ ആണോ, ഇത് എടുത്താൽ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഇത് നല്ലതാണെന്ന് പറഞ്ഞാലൊരു അപ്രൂവലാണ്. അതൊരു ചിലപ്പോ ഞാൻ മനസ്സിലൊന്ന് വിചാരിച്ചിട്ടുണ്ടാവും, എന്നാൽ ഇവളത് യെസ് പറഞ്ഞാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ശ്രീത്തേട്ടൻ അതേപോലെ തന്നെ അമ്മു ചേച്ചി എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന, അവളുടെ എല്ലാ താല്പര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമാണ്. വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണത്. ഞാൻ പറയട്ടെ, എങ്ങനെയുണ്ട് കാണാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റായില്ലേ? അതേപോലെ അവര് തമ്മിലുള്ള മൊമെന്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവര് രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ് ആയി, രണ്ടുപേരും ഈച്വലി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സുന്ദരനായിട്ടുണ്ടോ? ഞാനിങ്ങനെ കേരള മാട്രിമോണി തപ്പിക്കൊണ്ട് നടന്ന ചില പെണ്ണുകാണലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ കുറച്ചൊരു സ്ഥലത്ത് സമയത്ത് എനിക്ക് ഫ്രസ്ട്രേഷനൊക്കെ വന്നു. ആ സമയത്താണ് ഞാൻ ശ്രീജിത്തിനെ കണ്ടുമുട്ടുന്നത്. പിന്നെ എന്റെ ആദ്യത്തെ പെണ്ണ് കാണലാണ്, ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. സോ അവസാനത്തെ ശ്രീജിത്ത് നല്ല ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ഭർത്താവ് മാത്രമല്ല, നല്ല ഒരു ഫ്രണ്ട്. അത് അവൾ ആഗ്രഹിച്ചതുപോലെ പോലെയുള്ള തന്നെ ഒരു പയ്യനായി കിട്ടിയിട്ടുണ്ട് അവർക്ക്. പിന്നെ ഓൾറെഡി നീതുവിനെ കുറിച്ച് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് സ്കിം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിയുടെ നേച്ചർ ഏകദേശം അറിയാം. പിന്നെ നമുക്ക് ഒരുപാട് സെർച്ച്, വേറൊരാളെ കണ്ടുപിടിക്കുമ്പോൾ അതാണല്ലോ പ്രശ്നം. ഇതാകുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ട്, അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അതെ മനസ്സിലാക്കിയെടുത്ത്. ഞാൻ എല്ലാവരോടും പറയണത്, എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര പാവാണ്, ഇത്രയും സ്വീറ്റ് ആയിട്ട്. ഇപ്പം ഞാനും അതേപോലെ ഭയങ്കര ടോക്കറ്റീവ് അമ്മു ചേച്ചി ഞാനും കൂടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സൈലന്റ് ആയിരിക്കും. ഞാൻ ആക്ച്വലി എല്ലാവരോടും മിണ്ടും വർത്തമാനം പറയും, ഒരു എക്സ്ട്രോവേർട്ട് പോലെയാണ്. പക്ഷെ എന്നാലും അമ്മു ചേച്ചി വരുമ്പോൾ ഞാൻ ഇൻട്രോവേർട്ടായി പോകുക. അമ്മു ചേച്ചി എല്ലാവരോടും ഭയങ്കര പ്ലസന്റ് ആയിട്ട്, എല്ലാവരെയും ഭയങ്കര ലവബിൾ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് അമ്മു ചേച്ചി എന്ന് പറയുന്നത്. നീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ കൺമണി.
എനിക്ക് അമ്മ ചേച്ചി ഇല്ലാണ്ട് പറ്റില്ലാന്ന് തോന്നിയൊരു സന്ദർഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ചേച്ചി യൂണിവേഴ്സലില് ട്യൂഷന് അവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ പോയിരുന്നു. അപ്പോ ആരാരോ ആരീരോ ആവാരും അവളേതായാലും എന്നെ പോലെയൊന്നുമല്ല. അവൾ നല്ല ബോൾഡാണ്, നല്ല ആക്റ്റീവാണ്, പിന്നെ നല്ല സ്നേഹമുള്ളവളുമാണ്. കണ്ണാന കൺമണിയേ കണ്ണുറക്കം കൊൾവായേ ആരാരോ ആരീരോ ആരാരോ ആരീരോ അമ്പുലിക്ക് താലേലോ കാലമകൻ കാത്തിരുപ്പാൻ കൺതൂക്കം കൊൾമകളേ. ശ്രീജിത്തിനെ ഫസ്റ്റ് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിന് നല്ല ചിരി ആവണം, നല്ല ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശ്രീജിത്തിൻ്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ീ
ഇതേപോലെ ഇനിയും അടിപൊളിയായിട്ട് നല്ല തകർത്ത് ജീവിതം ആസ്വദിക്കാൻ പറ്റട്ടെ. मैं तो खामोश लहरों വെരി ഹാപ്പി മാരീഡ് ലൈഫ്. वो कश्ती जो ढूंढे है धुन मेरी, जैसे बारिश की बूंदों में चलती, मैं हवा हूँ जो बूंदों से पूछेगी है कहाँ वो जहाजों. हर जुबान romantic in this relationship. Okay, switch it. सच है या ये सपना है, खुली बाहों से अपनाया है, कैसे कहूँ मैं शुक्रिया मेरा. ख्वाहिशों का शामियाना, ख्वाबों के जहां मेरे से निकला सा